ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ 2-3 ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇടാൻ സമയം കിട്ടാഞ്ഞതുകൊണ്ട് ഇട്ടില്ല. ഈ യാത്ര പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ? അയ്യപ്പൻ്റെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. അതായത് അയ്യപ്പൻ വളർന്ന പന്തളം കൊട്ടാരം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ കൊട്ടാരം. പക്ഷേ ഇന്ന് വരെ പോകാൻ സാഹചര്യം അനുവദിച്ചിട്ടില്ല. പക്ഷേ എന്ത് പറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച ഓർക്കാപ്പുറത്ത് കെട്ടിയോൻ്റെ വക ഒരു സന്ദേശം വന്നു, നമുക്ക് പന്തളത്തൊന്ന് പോയാലോ എന്ന്. കേട്ടപടി കേൾക്കാത്ത പോലെ ഞാനും കുഞ്ഞും അപ്പോഴേ റെഡിയായി. അവിടെ ചെന്നപ്പോഴോ ഭയങ്കര തിരക്കാണ്. വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ല. ലാസ്റ്റ് അമ്പലത്തിൻ്റെ പാർക്കിങ് വേറെ ബാക്കിൽ ഒരുപാട് പുറകിൽ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വണ്ടി വെച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. ചെന്നിറങ്ങുമ്പോഴും മൊത്തം കടകളാണ്. ഈ കാണുന്ന അയ്യപ്പന്മാരെല്ലാം പോകുന്നവരും ഉണ്ട്, പോയിട്ട് തിരിച്ചു വരുന്നവരും ഉണ്ട്. അവിടെ വന്ന് തൊഴുതിട്ടൊക്കെയാണ് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകുന്നതും മലയ്ക്ക് പോകുന്നവരും. പക്ഷേ ഞങ്ങളിങ്ങനെ നടന്ന് പോകാൻ ഇതുമോളിങ്ങനെ ഓരോ കട കാണുമ്പോഴും ചാച്ചേ അത് മേടിച്ചാൽ ഇത് മേടിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്നും മേടിച്ച് കൊടുക്കാറില്ല. പിന്നെ അമ്പലത്തിൽ കയറി തൊഴാതെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും വാങ്ങിക്കാനും പറ്റില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഒരുപാട് സ്റ്റോളുകളുണ്ട് നമുക്കവിടെ കാണാൻ. ഒത്തിരി ഉണ്ട്. പക്ഷേ എല്ലാ കടയിലും സെയിം ഐറ്റംസൊക്കെ തന്നെയാണ്, ഡിഫറൻസ് ആയിട്ട് ഒന്നുമില്ല. പക്ഷെ എന്നാലും കണ്ടു കിടക്കാൻ രസമാണ്. അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പുറകെ ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയി കുറേ നടന്ന് ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് വഴിയൊക്കെ തെറ്റിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അമ്പലത്തിൽ അതിലും ഭയങ്കര ക്യൂവാണ്. 2-2.5 മണിക്കൂർ ഇരിക്കാതെ അമ്പലത്തിനകത്തോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് അവിടെ വെളിയിൽ നിന്ന് തൊഴുതിട്ട് വരേണ്ട അവസ്ഥയായി. കാരണം ഇരുട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്ത് കുറച്ച് സ്റ്റേജിലായിട്ട് ഫജൻസൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു. ഒരുപാട് ടൈമൊന്നും നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ തിരുവാഭരണം കാണാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പോയത്. തിരുവാഭരണം കണ്ടിട്ടേ വരത്തുള്ളൂ ഞാൻ എന്തായാലും ഉറപ്പിച്ചു. അവിടെ ക്യൂവിൽ നിന്നപ്പോൾ പോലീസുകാർ ചേച്ചി വന്നിട്ട് പറഞ്ഞു, തിരുവാഭരണം കാണുന്നവർ ക്യൂ നിൽക്കണം. അങ്ങനെ അതൊക്കെ കണ്ട് വണ്ടി എടുത്ത് തിരിച്ച് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടത്. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വെജിറ്റബിൾസ് ആണെന്ന് മനസ്സിലായി. അതേലും ഒരെണ്ണം മേടിച്ചാൽ വാശി മേടിച്ച് വീഴ്ചിട്ട് അത് വാങ്ങി തന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിതിമോളും ടെസ്റ്റ് ചെയ്ത് തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ നിതിമോൾക്ക് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി ഒരു ബേക്കറി കയറി. അപ്പോൾ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ക്രിസ്മസ് പ്രമാണിച്ച്. അപ്പോൾ അവിടെ നിർത്തിക്കൊണ്ട് ഫോട്ടോയൊക്കെ എടുത്തു. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അപ്പൂപ്പൻ നിൽപ്പുണ്ട്. ആ അപ്പൂപ്പൻ്റെ കൂടെ നിതിമോളിൽ നിന്ന് വെച്ച് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ അങ്ങനെ വണ്ടി കയറി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് നിതിമോളുടെ വണ്ടിയിൽ ഒരു അപ്പൂപ്പനെ കണ്ടെന്നും പറഞ്ഞുകൊണ്ടൊരു ബഹളം. അപ്പോൾ ആ അപ്പൂപ്പൻ പോകുന്ന പോക്ക് കണ്ടോ, എന്ത് രസമായിരുന്നറിയാം. വീഡിയോ എത്രയോട് ലൈക്കും കമൻറ്റും ചെയ്യണേ.